ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡേ 12 ഓഫ് ഹാർഡ് 70 ഡേ ചലഞ്ചാണ്. നമുക്കറിയാം, നമ്മൾ അവസാനത്തെ 70 ദിവസം പ്രിലിംസിന് വേണ്ടി പ്ലാൻ ചെയ്ത് പോവുകയാണ്. ഇന്ന് ഡേ 12 ആണ്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് UPSC സിവിൽ സർവീസ് സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കുകളായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളും വേണമെന്നുള്ളവരുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞിട്ടുള്ള അനുസരിച്ച് മോഡേൺ ഇന്ത്യയുടെ എക്സാമാണ്. ഫസ്റ്റ് ടോപ്പിക്സുകൾ, അതായത് റിവോൾട്ട് വരും, അഡ്വൻറ്റ് ഓഫ് ദ യൂറോപ്യൻസ് സ്റ്റാർട്ടിംഗ് ടോപ്പിക് മുതൽ പിന്നെ 1904 വരെയുള്ള എല്ലാ ഇവൻറ്റുകളും. പിന്നെ അതിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ കുറേ പ്രിഫറൻസ് ഓർഡർ ഇന്നലെ പറഞ്ഞതാണ്. അഡ്വൻറ്റ് ഓഫ് ദ യൂറോപ്യൻസിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വരും, അടുത്തുള്ള ടോപ്പിക്കിൽ അങ്ങനെ വരുമെന്ന്. അതുപോലെ തന്നെ ആക്റ്റുകളുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് ആയാലും അത് കഴിഞ്ഞുള്ള ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ്, അങ്ങനെ അവസാനത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരെ ഒരു 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. അതുവരെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെച്ചിരിക്കുക. അതിനുശേഷമുള്ള നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്ക് അതിൻ്റെ എക്സാം നിങ്ങൾ എഴുതുന്നതായിരിക്കുന്നു 9:30 to 11:30 ടൈം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അനാലിസിസും കൂടെ നിങ്ങൾ അതിന് ശേഷം പിന്നീട് നടത്തുക. പക്ഷേ 2:30 to 4:30 ഞാൻ പറയും നിങ്ങൾ CSAT നോക്കുക കൂടുതൽ. ഓക്കെ, ആ ടൈമിൽ എൻ്റെ CSATൻ്റെ എക്സാം ആയതുകൊണ്ട് CSATൻ്റെ PYQs കോംപ്രഹെൻഷൻ്റെ ആയാലും കോംപ്രഹെൻഷൻ PYQ നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ മാത്സ്, ഇതിൻ്റെ PYQ ക്വസ്റ്റ്യൻ കൂടുതൽ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അനാലിസിസ്, ബാക്കിയുള്ള സമയം അനാലിസിസ് ചെയ്യുക. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആയാലും പിന്നെ പെൻഡിങ് ആയാലും ടോപ്പിക് കൊണ്ട് ക്ലിയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റിവിഷൻ, ഈ 3 കാര്യം. അപ്പോൾ നമ്മൾ പോളിറ്റി, എക്കോണമി, പിന്നെ അതുപോലെ തന്നെ ജോഗ്രഫിയുടെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഓക്കെ, അപ്പോൾ അതിൽ പോളിറ്റീനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചുമ്മാ ഒന്ന് ആക്റ്റീവ് റീകോൾ ചെയ്ത് നോക്കാം. 10 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്ന് ആക്റ്റീവ് റീകോൾ ചെയ്ത് നോക്കാം. 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒന്ന് ആക്റ്റീവ് റീകോൾ ചെയ്ത്. അടുത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓക്കെ, 12 മുതൽ ഏതാണ്, ഇപ്പോൾ 24ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഏതാണെന്ന് ആക്റ്റീവ് റീകോൾ ചെയ്ത് നോക്കുക. അടുത്ത DPSP ആക്റ്റീവ് റീകോൾ ചെയ്ത് 50ാമത്തെ DPSP ഓർമ്മയുണ്ടത്. അതിനുള്ള ആദ്യത്തെ 10 പാഠമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ആ 10 പാഠത്തിൽ നല്ലൊരു കമാൻഡ് ഉണ്ടാക്കിയെടുക്കുക. കാരണം പോളിറ്റി, എക്കണോമി, അതുപോലെ തന്നെ ജോഗ്രഫി, എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയോൺമെൻറ്റൊക്കെ നമ്മളെ കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻ വരുന്നത്. ആ സബ്ജക്ട്സിൽ നമുക്ക് നല്ല മാസ്റ്ററിയുടെ ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 2023 റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലായ 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതലും ഓൾറെഡി സർവീസിലുള്ള ആൾക്കാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അതുപോലെ തന്നെ അതായത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 3 പേരും ഓൾറെഡി എന്താണ് IPS കിട്ടി, അവരെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നാണ് അവർ ഈ റിസൾട്ട് അറിയുന്നത്. അപ്പോൾ ഓൾറെഡി എന്താണ് കൂടുതൽ ആൾക്കാർ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെ അവരുടെ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ കൂടെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാറ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഈ ഒരു റിസൾട്ട് വരുന്ന സമയം എന്ന് പറയുമ്പോൾ പ്രിലിംസിൻ്റെ ഒരു 5-6 ദിവസം മുൻപായിരിക്കും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വരുന്ന ഒരു 2000 പേരാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിൽ 800 പേർ ലിസ്റ്റ് വരും. ബാക്കി ഒരു 1200 പേരായിരിക്കും അടുത്ത പ്രിലിംസിന് വരുന്നത്. അപ്പോൾ അവരുടെ എണ്ണം എന്ന് പറയുന്നത് 5 ദിവസം മാത്രമേ അവർക്ക് സമയം കിട്ടുള്ളൂ. പ്രിപ്പയർ ചെയ്യാനൊക്കെ സമയം കിട്ടില്ല. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ റിസൾട്ട് നേരത്തെ വന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഏകദേശം 1.5 മാസം 2 മാസം അടുപ്പിച്ച സമയം അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ അവർ നമ്മളോട് നന്നായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് 12,000 അല്ലെങ്കിൽ 13,000 സീറ്റാണ് പ്രിലിംസിന് ഇപ്രാവശ്യം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഒരു 1000 കുറച്ച്, നിങ്ങൾ 1000 കുറച്ച്. കാരണം അവരെന്തായാലും കയറും. കാരണം അവർ കുറേ പ്രാവശ്യം പ്രിലിംസ് കയറി ചെയ്തായിരിക്കും. അവരെന്തായാലും പ്രിലിംസ് ക്ലിയർ ചെയ്യും. അപ്പോൾ ആ ഒരു ബോധം കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, പെട്ടെന്ന് ഈ സൈക്കിളിൻ്റെ വെളിയിലേക്ക് വരാൻ നോക്കുക. കാരണം കൂടുതൽ സമയം നമ്മൾ ഇതിലൂടെ നിൽക്കുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ ഇതിൽ വരും. അതുപോലെ തന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ പുള്ളിയാണെങ്കിൽ 6ാമത്തെ 7ാമത്തെ അറ്റംപ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കുക. മാക്സിമം പെട്ടെന്ന് ഈ സൈക്കിളിൽ നിന്ന് വെളിയിറങ്ങാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ടോപ്പിക്ക് മാക്സിമം 2:30 സ്റ്റാർട്ട് ചെയ്യുക. 2:30 CSAT ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ ഇഷ്ടമായി ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.